എല്ലാ അനുമതികളും കിട്ടിക്കഴിഞ്ഞാൽ ഓണത്തോടുകൂടി കൊച്ചി കോഴിക്കോട് റൂട്ടിൽ കപ്പൽ സർവീസ് തുടങ്ങുകയാണ് ഉദ്ദേശിക്കുന്നത്. 130 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. ഇത് ഗ്രീസിലെ ഏതൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. ഒരാൾക്ക് ഏതാണ്ട് 1000 രൂപ മുതൽ 1500 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്കായി നിലവിൽ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നേരിയ മാറ്റം വന്നേക്കാം. 3.5 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെയുള്ള സമയം കൊണ്ട് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് എത്തിച്ചേരുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. റോഡിലെ ഗതാഗത കുരുക്കിന് വലിയൊരു പരിഹാരമായി മാറും. മാത്രമല്ല ടൂറിസം പ്രൊമോഷനും ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ സുഖകരമായ ഒരു യാത്ര എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽപ്പെട്ട 2 കപ്പലുകളുണ്ട്. ഒന്ന് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുമ്പോൾ അടുത്ത കപ്പൽ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് സർവീസ് നടത്തും. ഈ സർവീസ് വിജയകരമാവുകയാണ് എങ്കിൽ തുടർന്ന് തിരുവനന്തപുരത്തേക്കും അതുപോലെ ലക്ഷദ്വീപിലേക്കും ഒക്കെ ഇത്തരത്തിൽ സർവീസ് നടത്തുന്നത് ഈ കപ്പലിന്റെ പ്രൊമോട്ടർമാർ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കപ്പലിൽ വിമാനത്തിൽ ഉള്ളതുപോലെ തന്നെ 2 തരത്തിൽപ്പെട്ട ക്ലാസ് ടിക്കറ്റുകളുണ്ട്. അതായത് ബിസിനസ് ക്ലാസും എക്കോണമി ക്ലാസും. ഒപ്പം ഭക്ഷണം ഉൾപ്പെടെ ഒരു വിമാനത്തിൽ എന്നുള്ളതുപോലെ ഭക്ഷണം ഉൾപ്പെടെ യാത്രക്കാർക്ക് വിളമ്പുക എന്നുള്ളതോടുകൂടിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ക്രൂസിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഒരുക്കിയിരിക്കുന്ന സേഫ്റ്റി സംവിധാനമാണ്. അതായത് റഷ്യൻ നിർമ്മിതമായ ഒരു വലിയ ജാക്കറ്റ് ഉണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യ സമയത്ത് നമ്മൾ ആ ജാക്കറ്റ് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് തനിയെ ഒരു ചെറിയ യാനമായി മാറും. അത്തരത്തിൽ ഒരു യാനത്തിൽ 30 യാത്രക്കാർക്ക് ഇരിക്കാൻ സാധിക്കും. മാത്രമല്ല യാത്രക്കാർക്കുള്ള ഭക്ഷണം ഉൾപ്പെടെ ആ യാനത്തിന് ഉള്ളിൽ ക്രമീകരിച്ചിരിക്കും. കുറെ നേരം ആ യാനത്തിനുള്ളിൽ കഴിയാൻ സാധിക്കും. ഇത്തരത്തിൽപ്പെട്ട 5 യാനങ്ങൾ, 5 സേഫ്റ്റി ജാക്കറ്റുകളുമുണ്ട്. അതായത് 150 പേർക്ക് സുരക്ഷിതമായി ദിവസങ്ങളോളം കഴിയാൻ സാധിക്കുന്ന തരത്തിലുള്ള സേഫ്റ്റി ജാക്കറ്റ് കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഈ കപ്പലിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത.